ഹായ് എവരിവൺ, നമ്മളിന്ന് വാട്ടർ അതോറിറ്റി ലാബ് അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, സിലബസ് കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളത്. അപ്പോൾ ഒരുപാട് നാളായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന ഒരു എക്സാമാണ് നമ്മുടെ കേരള വാട്ടർ അതോറിറ്റി ലാബ് അസിസ്റ്റൻ്റ് എക്സാം എന്ന് പറയുന്നത്. ജൂലൈ മാസത്തിലെ കലണ്ടറിനകത്ത് അതിപ്പോൾ വന്നിട്ടുണ്ട്. നമ്മൾ ജൂൺ മാസത്തിലായിരുന്നു വെയിറ്റ് ചെയ്തിരുന്നത്. അതിപ്പോൾ ജൂലൈയിലാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ജൂലൈ മാസത്തിലെ കലണ്ടർ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കുക കേട്ടോ. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അത് സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ നമ്മുടെ എക്സാം കലണ്ടറിനകത്ത് 42 സീരിയൽ നമ്പറിലാണ് വരുന്നുള്ളത്, നമ്മുടെ വാട്ടർ അതോറിറ്റീൻ്റെ ലാബ് അസിസ്റ്റൻ്റ് എക്സാം വരുന്നുള്ളത്. ഇതിന് കൺഫർമേഷൻ കൊടുക്കാനുള്ള മെസ്സേജ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. ഏപ്രിൽ 22-ാം തീയതി തൊട്ട് മെയ് 11-ാം തീയതി വരെയാണ് കൺഫർമേഷൻ കൊടുക്കാനുള്ള മെസ്സേജ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഫോണിൽ മെസ്സേജ് കിട്ടിയിട്ടുണ്ടാവും. കിട്ടാത്തവർ ടെൻഷൻ ആവേണ്ട, എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂ കാര്യങ്ങളായിരിക്കാം. എന്തായാലും 22-ാം തീയതി തൊട്ട് അത് പ്രൊഫൈലിൽ ഓപ്പൺ ആവും. മെസ്സേജ് വന്നപാട് പ്രൊഫൈലിൽ കയറി നോക്കിയവർക്കൊക്കെ പ്രൊഫൈലിനകത്ത് അത് കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ 22-ാം തീയതി തൊട്ട് മാത്രമേ ഓപ്പൺ ആവൂ എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനിയാണ് ഹോൾ ടിക്കറ്റ് വരുന്നത് 28-ാം തീയതിയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എക്സാം ഡേറ്റ് 13-ാം തീയതിയാണ്, ജൂലൈ 13-ാം തീയതിയാണ്. പിന്നെ നമ്മുടെ 1 hour 30 minutes എക്സാമാണ്. ഇംഗ്ലീഷ് ആൻഡ് ലാംഗ്വേജ്. അപ്ലിക്കൻസിൻ്റെ എണ്ണം കണ്ടല്ലോ, എത്ര ആൾക്കാരുള്ള 2,62,324. ഇത്രയും അപ്ലിക്കൻസാണ് നമ്മുടെ എക്സാമിന് ഉള്ളത്. പിന്നെ സിലബസ് കയ്യിലില്ലാത്തവർ ഇവിടെ സിലബസ് എന്ന് പറയുന്നത് ഈ ഐക്കൺ ഉണ്ടല്ലോ, അത് ഇവിടെ ഉണ്ടല്ലോ, ഈ ടേബിൾ, ഇതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സിലബസ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അല്ലാത്തവർ വേണ്ടവർ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വേണ്ടവർ അവിടെ നിന്ന് നോക്കുക. നമുക്ക് നമ്മുടെ സിലബസിലോട്ട് വരാം. അപ്പോൾ ഡീറ്റെയിൽഡ് സിലബസ് ഫോർ ദ പോസ്റ്റ് ഓഫ് ലാബ് അസിസ്റ്റൻ്റ് ഇൻ കേരള. ഇതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നുകിൽ 80% നമ്മുടെ ബേസിക് സയൻസും 20% സ്പെഷ്യൽ ടോപ്പിക്കും ആയിരിക്കും, അല്ലെങ്കിൽ 50-50 ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് MLT തന്നെ എത്രയാണ് കൊടുത്തിട്ടുള്ളത്, 50%ഓളം MLT ആണ് കൊടുത്തിട്ടുള്ളത്. ഈ MLTക്കകത്ത് തന്നെ ആദ്യം ബേസിക് ലബോറട്ടറി ടെക്നിക്സ് ആണ്. ബേസിക് ലബോറട്ടറി ടെക്നിക്സ് ആണ് 10 മാർക്കിന്. ഇവിടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. 10 മാർക്കിന് ബേസിക് ലബോറട്ടറി ടെക്നിക്സ് ആണ്. പിന്നെ മൊഡ്യൂൾ 2 13 മാർക്കാണ്. ആ 13 മാർക്കിനകത്ത് ബ്ലഡ് ആൻഡ് ഫ്ലെബട്ടോമിക്ക് 10 മാർക്ക്, ബ്ലഡ് ആൻഡ് ഫ്ലെബട്ടോമിക്ക് 10 മാർക്കും ബ്ലഡ് ബാങ്കിങ്ങിന് 3 മാർക്കും. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ബേസിക് ലബോറട്ടറി ടെക്നിക്സ്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് മൊത്തം പറയുന്നുള്ളത്. അതിന് 10 മാർക്കും. പിന്നെ ബ്ലഡ് ആൻഡ് ഫ്ലെബട്ടോമി എന്ന് പറയുന്നതിനകത്ത് മൊഡ്യൂൾ 2-നകത്ത് നമുക്ക് 13 മാർക്സാണ്. അതിനകത്ത് നമുക്ക് ബ്ലഡ് ആൻഡ് ഫ്ലെബട്ടോമി ഉണ്ട്, അതുപോലെ തന്നെ ഹെമറ്റോളജി ഉണ്ട്, ബ്ലഡ് ബാങ്കിങ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടിനും കൂടി 10 മാർക്കും ബ്ലഡ് ബാങ്കിങ്ങിന് 3 മാർക്കുമാണ് വരുന്നുള്ളത്. ഏകദേശം നമ്മുടെ JLA ജൂനിയർ ലാബ് അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ സെയിം സിലബസ് ആണ് ഇത് വരുന്നുള്ളത്. നെക്സ്റ്റ് മൊഡ്യൂൾ 3 15 മാർക്സിനാണ്. അതിനകത്ത് ക്ലിനിക്കൽ പത്തോളജി 5 മാർക്ക്, ബയോ കെമിസ്ട്രി 10 മാർക്ക്, പിന്നെ അത് രണ്ടാണ് 15 മാർക്കിനകത്ത് വരുന്നുള്ളത്. ഇതാണ് മൊഡ്യൂൾ 3. ക്ലിനിക്കൽ പാത്തോളജി 5 മാർക്കും ബയോ കെമിസ്ട്രി 10 മാർക്കും. പിന്നെ മൊഡ്യൂൾ 4 12 മാർക്കിനാണ്. ഇതിനകത്ത് മൈക്രോബയോളജി വരുന്നുണ്ട് 5 മാർക്കിന്, പാരസൈറ്റോളജി 2 മാർക്കിന്, പിന്നെ ഹിസ്റ്റോ ടെക്നോളജി ആൻഡ് സൈറ്റോളജി ഇതിനകത്ത് 5 മാർക്ക്. ഇത് കറക്റ്റ് നമ്മുടെ JLAയുടെ സിലബസ് തന്നെയാണ്. MLT 50 മാർക്സ് എന്ന് പറയുന്നുള്ളത് JLAയുടെ സെയിം സിലബസാണ്. മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ജൂനിയർ ലാബ് അസിസ്റ്റൻറ്റിന് വേണ്ടി അപ്ലൈ ചെയ്ത ആൾക്കാർക്ക് അറിയാം. ഇനിയാണ് നമ്മുടെ ബേസിക് സയൻസിലോട്ട് വരുന്നുള്ളത്. അതിനകത്ത് ഫിസിക്സിന് 15 മാർക്ക്. ഇവിടെ മൊഡ്യൂൾ 1 കൊടുത്തിട്ടുണ്ട് 4 മാർക്സ്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്കറിയാം 1, 2, 3, 4 4 ചാപ്റ്ററിൽ നിന്ന് 4 മാർക്ക്. പിന്നെ മൊഡ്യൂൾ 2 3 മാർക്സ്, 1, 2, 3 ഈ 3 ചാപ്റ്ററിൽ നിന്ന് 3 മാർക്സ്. പിന്നെ വീണ്ടും മൊഡ്യൂൾ 4 4 മാർക്സ്. ഇവിടെ 5 ചാപ്റ്റേഴ്സ് ഉണ്ട്. പിന്നെ വീണ്ടും ഫിസിക്സ് തന്നെയാണ്, 15 മാർക്കിനാണ് ടോട്ടൽ നമുക്ക് ഫിസിക്സ് ഉള്ളത്. കെമിസ്ട്രി 14 മാർക്ക്. ഇതിനകത്ത് ഫിസിക്കൽ കെമിസ്ട്രി വരുന്നുണ്ട്, ഇനോർഗാനിക് കെമിസ്ട്രി വരുന്നുണ്ട്, ഓർഗാനിക് കെമിസ്ട്രി വരുന്നുണ്ട്. സിലബസ് ഇല്ലാത്തവർ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ടെലിഗ്രാം ചാനലിനകത്ത് അത് കൊടുത്തിട്ടുണ്ട്, അതിൽ കയറി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. പിന്നെ ബോട്ടണിക്കകത്ത് 7 മാർക്സും സുവോളജി വരുന്നുണ്ട്. സുവോളജിക്കകത്ത് എത്ര മാർക്സാണ്, 7 മാർക്സ്. ഇതാണ് നമ്മുടെ കേരള വാട്ടർ അതോറിറ്റി ലാബ് അസിസ്റ്റൻറ്റിൻ്റെ സിലബസ് എന്ന് പറയുന്നുള്ളത്. പിന്നെ ഇത് കൂടാണ്ട് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല മാത്സ് നമ്മുടെ സിലബസിനകത്ത് വരുന്നത്. മാത്സ് കൂടി 7 മാർക്കിന് നമ്മുടെ സിലബസിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. JLA എക്സാമിന് മാത്സ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ മാത്സ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചതല്ല. പക്ഷേ ഇവിടെ നമുക്ക് 7 മാർക്കിന് 10ഓളം ചാപ്റ്റേഴ്സ് മാത്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയൊരു സിലബസ് തന്നെയാണ്. നമുക്ക് സമയമുണ്ട്. ഇന്നിപ്പം ഏപ്രിൽ 20-ാം തീയതി ആണെന്ന് വിചാരിക്കുക. നമുക്കിനി 2 മാസത്തോളം സമയമുണ്ട്. ജൂലൈയിലാണ് എക്സാം വരുന്നുള്ളത്.
അപ്പോൾ നമുക്ക് കറക്റ്റ് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ബാച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഇതിന് മുന്നേ സാനിറ്ററി കെമിസ്ട്രിൻ്റെ ആയാലും മൈക്രോബയോളജിസ്റ്റിൻ്റെ ആയാലും അതുപോലെ തന്നെ ലാബ് അസിസ്റ്റൻറ്റിൻ്റെ ആയാലും ബാച്ചിൽ ജോയിൻ ചെയ്തവർക്കറിയാം നമ്മൾ മൊത്തം കൊടുക്കുന്നുള്ളത് റെക്കോർഡഡ് ക്ലാസ്സസ് ആണ്. പിന്നെ സിലബസ് നമ്മുടെ കയ്യിലുണ്ട്. അതായത് സിലബസ് നമുക്ക് എന്തായാലും 2 മാസത്തിനുള്ളിൽ തീർക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു റിവിഷനും ഇതിൻ്റെ ഇടയിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മുന്നേ ജനുവരിയിലും ഫെബ്രുവരിയിലൊക്കെ നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ ജോയിൻ ചെയ്തവർക്കറിയാം നമ്മൾ കുറച്ച് ടോപ്പിക്സൊക്കെ ഇതിനകത്ത് കവർ ചെയ്തിട്ടുണ്ട്. ഈ MLT സ്പെഷ്യൽ ടോപ്പിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഇതാണ് ഫോൺ നമ്പർ. ഒന്നുകിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അത് പറയാം. അപ്പോൾ ക്ലാസ്സസ് നിങ്ങൾക്ക് ഡെമോ ക്ലാസ് വേണമെങ്കിൽ നമ്മുടെ ലാബ് അസിസ്റ്റൻറ്റിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾ കയറി നോക്കുക. നിങ്ങൾക്ക് ഡെമോ ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ വാട്സപ്പ് നമ്പർ വേണ്ടവർ ഒന്ന് നോട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇതാണ് വാട്സപ്പ് നമ്പർ വരുന്നുള്ളത്. പിന്നെ ഫീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ ഡ്യൂറേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഡ്യൂറേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു വീക്കിലി ഒരു പ്ലാൻ തന്നിട്ട് ഓരോ ഡേയിൽ ഓരോ ടോപ്പിക്കായിരിക്കും കംപ്ലീറ്റ് ചെയ്യുക. നമ്മുടെ ഈ സിലബസ് അനുസരിച്ചിട്ട് 2 മാസത്തേക്ക് തീർക്കേണ്ട പ്ലാൻ റെഡിയാക്കിയിട്ട് അങ്ങനെയായിരിക്കും നമ്മൾ തീർക്കുക. പിന്നെ പ്രത്യേകം ടെലിഗ്രാമിനകത്ത് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്തേക്കാണ് വീഡിയോസൊക്കെ അയച്ചു തരിക. വീഡിയോ ക്ലാസ്സാണ്, ഓഡിയോ ക്ലാസ് അല്ല. നോട്ട്സ് PDF കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഫീ എന്ന് പറയുന്നത് 350 ആണ് കേട്ടോ. നമ്മൾ ആദ്യം ജനുവരിയിലൊക്കെ സ്റ്റാർട്ട് ചെയ്ത ബാച്ചിന് 250 ആയിരുന്നു കൊടുത്തുകൊണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് കൂട്ടിയിട്ടുണ്ട് 350. കാരണം എന്ന് വെച്ചാൽ ഈ സ്പെഷ്യൽ ടോപ്പിക്സ് നമുക്ക് ഒരുപാടുണ്ട്. അപ്പോൾ അത് എടുക്കാനുള്ള ഫീസാണ് 350 ആയിട്ട് എടുക്കുന്നത്. അത് അത്ര വലിയ ഫീസ് ഒന്നുമല്ലെന്ന് എനിക്കറിയാം. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ കോൺടാക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഈ വാട്സപ്പ് നമ്പറിനകത്ത് മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. സോ താങ്ക് യു.